കല്ലാണുള്ളത്. ഇവിടെ ഫീലിങ്സ് ഒന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി ചേട്ടാ. വിക്രാന്ത്, യു ഹേർട്ടിംഗ് മീ. സ്വന്തം വേദന മാത്രം മനസ്സിലാക്കുന്നതല്ല ചേട്ടാ, മറ്റുള്ളവരുടെ വേദന കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അമൂല്യക്ക് ഇനി ഗേൾ ഫ്രണ്ടായി ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് മുത്തശ്ശി അറിഞ്ഞാൽ അതിലും പ്രശ്നമാവും. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിക്കിയുടെ കല്യാണം കഴിയില്ല എന്ന് ഓർത്താ ഞാൻ ഇത് ചെയ്തത്. എന്നെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത എല്ലാവരും ഇപ്പോ എന്നെ മാത്രം ഇതിനെ കുറ്റപ്പെടുത്തുന്നേ. ആദ്യ ഞാൻ ചെറിയമ്മയുടെ വീട്ടിൽ പോയിട്ട് ഓഫീസിലേക്ക് പോവുള്ളൂ. ഓക്കെ? എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ കാര്യം? ചേട്ടൻ ചെയ്തത് തെറ്റല്ലേ സിദ്ധാർത്ഥ്? നിനക്ക് ശരിക്കും വട്ടായോ? നമ്മളും ഇത് പറഞ്ഞ് അവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവരെ ചേർത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരുമിച്ച് നടക്കുന്നത് കണ്ടിട്ട് നമ്മളെല്ലാവരും അത് തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? ഇല്ല സിദ്ധാർത്ഥ്, അങ്ങനെ വരാൻ ചാൻസേ ഇല്ല. നമ്മൾ അവരെ കളിയാക്കിയിട്ടുണ്ട്, എന്നാലും അവര് രണ്ടുപേരും തമ്മിൽ എന്തോ ഉണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ? വേദാന്തിന്റെ മനസ്സിൽ ചിലപ്പോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അതോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണോ? എനിക്കറിയുന്നിടത്തോളം അവര് തമ്മിൽ എന്തോ ബോണ്ടിങ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ വേറൊരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ ശരിയാവില്ല. അവന്റെ ഫീലിങ്സ് അവനല്ലേ അറിയൂ. അവന് ചിലപ്പോ അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതെങ്ങനെ ശരിയാവും? അമൂല്യെ കുറിച്ച് കൂടെ ചിന്തിക്കേണ്ടതായിരുന്നില്ല ചേട്ടൻ? എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ആദ്യ? ഈ ഒരു അവസ്ഥയിൽ അമൂല്യയെ പറ്റിയും കൂടെ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? അവന്റെ മനസ്സിൽ അമൂല്യയോട് ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അതല്ലേ ശരി? ഇല്ലെന്ന് അവന് തോന്നുന്നുണ്ടാവും. എന്നാ എനിക്കറിയാം. എന്തായാലും അമ്മൂന് നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നത് സിദ്ധാർത്ഥ്. പാവം അവള്. അവളുടെ മനസ്സിൽ വേദാന്തിനെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഉറപ്പായും വിഷമിക്കും. ഈ സാഹിത്യം എന്ന് പറഞ്ഞ ആരാ? സാഹിത്യാണത്ര സാഹിത്യം. ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആദ്യ. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല. നമുക്ക് ഇതിനനുസരിച്ച് ജീവിക്കാനേ പറ്റൂ. ഒരാള് നമ്മളെപ്പോലെ തിരിച്ചും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചൈൽഡിഷ് അല്ല ആദ്യ. ഇതൊന്നും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താന്ന് വെച്ചാ ഇതൊന്നും ഒട്ടും ശരിയല്ല. കമോൺ ആദ്യ, എന്തിനാ ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ നീ ചിന്തിക്കുന്നതൊക്കെ വേസ്റ്റ് അല്ലേ? എല്ലാം അവൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. രണ്ടുപേരെ കുറിച്ചും ചിന്തിക്കണം. അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയണം. അവൻ അത് മനസ്സിലാക്കിയും കൊടുക്കണം. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കണ്ട. നീ ഒരാൾ വിചാരിച്ച ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. ഇത് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ല. അമ്മുവിനോട് ഞാൻ സംസാരിച്ചോളാം. നീ ഇപ്പോ റിലാക്സ് ആവും. ഞാൻ ആ സാഹിത്യ ഓഫീസിൽ കൂട്ടിക്കൊണ്ടുവന്നത് വെറുതെ ആയിട്ടില്ല. അമൂല്യയുടെ കണ്ണിൽ നിന്നും കണ്ണീരല്ല, രക്തം വന്നാൽ പോലും എനിക്ക് സമാധാനമാവില്ല. അവളുടെ നാശം കാണണം. അമ്മ ഒന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? അവക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. അയ്യോ, ഇതാ വരുന്നു, നിൽക്ക്. പാത്രം കൊണ്ടുവരാനുള്ള സമയമെങ്കിലും ഒന്ന് തരുമോ? ചുമ്മാ വിളിക്കില്ലേ. ഇതാ മോളെ, ഇതാ കഴിക്ക്. ഓഫീസിൽ പോവാൻ ലേറ്റ് ആകുന്നില്ലേ? പെട്ടെന്ന് കഴിച്ചിട്ട് പോ. അല്ലമ്മോ, ഇന്നലെ രാത്രി നീ എന്താ ലേറ്റ് ആയേ? ശോ, ഞാൻ എന്തൊരു മണ്ടത്തരം ഈ പറയുന്നേ. നീ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അഞ്ജു, അഞ്ജു, എല്ലാരും എവിടെ പോയി കിടക്കുവാ? വന്നേ വന്നേ, എല്ലാരും വന്നേ. അച്ഛാ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. അതെന്താ മോളെ, കുറച്ചെന്തേലും കഴിക്കേ. ഞാൻ എടുത്തു തരണോ? വേണ്ട അച്ഛാ, എനിക്ക് ഓഫീസിലൊന്നും പോവാൻ തോന്നുന്നില്ല. ഞാൻ റൂമിലേക്ക് പോവാ. ഓ, ഇതെന്താ ഈ സമയത്ത് മോനെ ഇവിടെ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിലേക്ക് ഇറങ്ങായിരുന്നു ചെറിയച്ച. ഇവളെയും കൂടെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഓ, അങ്ങനെയാണോ? നന്നായി.
ചേട്ടാ, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. അയ്യോ പോ മുതുക്കി, ജോലി തിരക്കിന്റെ ഇടയിൽ ടൈം പാസ് എങ്കിലും ആവും. പിന്നല്ലാതെ എത്ര നേരം നീ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാനാ? അത് ശരിയാ, ഓഫീസിൽ പോവാതിരിക്കാൻ മാത്രം എന്ത് തെറ്റിദ്ധറ്റമ്മോ നീ ഇങ്ങോട്ട് വന്നത്? അമൂല്യ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. യു ഡോണ്ട് വറി. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചേട്ടനെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീട്ടിലിരുന്നാ മതിയായിരുന്നു. വേദാന്ത് എങ്ങാനും എന്റെ മുമ്പിൽ വന്നാ എനിക്ക് അവനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കുന്നതാ നല്ലത്. എന്നാ അവൻ സാഹിത്യം കൂട്ടി എന്റെ മുമ്പിൽ വരുന്നെങ്കിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോവും. അമൂല്യ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എല്ലാം ശരിയായിക്കോളും. നീ കുറച്ചുകൂടെ ഉഷാറാവണം. മീറ്റിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ നടക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എളുപ്പാ, പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. നോ, നെഗറ്റീവായിട്ട് ചിന്തിക്കേ വേണ്ട. യു ക്യാൻ. നോക്ക്, ജീവിതം ഇതുപോലെ എപ്പോഴും ചലഞ്ചിങ് ആയിരിക്കും. ടേക്ക് ഇറ്റ് ഈസി അമൂല്യ. ഒരുപാട് സമയമെടുത്താൽ മാത്രമേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. യു ടു ഗുഡ്. എന്റെ ദൈവമേ, ഇത്രയും ദിവസം എന്റെ കണ്ണിന് ഡൗട്ട് വരുന്ന കാര്യങ്ങളെ കാണിച്ചു തന്നിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ എന്റെ ബ്രെയിനിന് ഡൗട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീനില് ബോസിന്റെ അടുത്തിരിക്കേണ്ടത് വേറൊരാളല്ലേ? എന്തോ പന്തികേടുണ്ടല്ലോ. പൊസിഷൻ ചേഞ്ച് ആയതുപോലെ. താനെന്നത് നോക്ക്. എന്തു പറ്റി സിദ്ധാർത്ഥ്? ബോസ്, നിങ്ങളിപ്പോ എന്നോട് മാത്രം ഒന്നും ചോദിക്കരുത്. എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ടെലിഫോൺ ഫ്രണ്ട് എപ്പോഴാ റിയൽ ലൈഫ് കൂട്ടുകാരിയായി മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിവിടെ നടക്കുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. അമ്മ ഇന്നലെ രാത്രി തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവളുടെ മനസ്സിലിപ്പോ ശരിക്കും എന്താണെന്നോ അവൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നോ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. വിക്കിയാണെങ്കിൽ രാവിലെ എന്നെ വിളിച്ചിട്ട് അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. വേദാന്ത ചേട്ടൻ വേറൊരു കുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് അവൾ എന്തിനാണാവോ ഇത്രയധികം വിഷമിക്കുന്നത്? ആ കാര്യം അവളുടെ മനസ്സിൽ ഇത്രയധികം വിഷമം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചി. അമ്മുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞങ്ങളും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുക. നമ്മളെല്ലാം ഒരു വീട്ടുകാരാവോന്ന് ഓർത്ത് എത്ര സന്തോഷിച്ചതാ അതറിയോ? ചേട്ടൻ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ചു. എനിക്കിത്ര വിഷമാവെങ്കിൽ അമ്മൂലിക്ക് എത്ര വിഷമായിട്ടുണ്ടാവും. അമ്മു ആണെങ്കിൽ സുന്ദരിയായിട്ട് അന്ന് വന്നത്. അതെ ചേച്ചി, അവൾ ഒരുപാട് സന്തോഷിച്ചിട്ട് അന്ന് ഇവിടുന്ന് പോയത്. ഇതൊക്കെ കണ്ടിട്ടും അവൾക്ക് ചേട്ടനോട് ഇഷ്ടമാണെന്ന് മനസ്സിലായില്ല ആരതി. അത് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എന്താ മനസ്സിലാവാത്തെ? അവൻ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ പ്രശ്നവും അവിടെയാ ചേച്ചി. മനസ്സിൽ എന്താണെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റൂ.
അമ്മ വേദാന്ത ചേട്ടനോട് പറയുന്നത് നിക്കട്ടെ, നമ്മളോടെങ്കിലും അവൾക്കുള്ളത് പറഞ്ഞൂടെ? എന്താണ് നിന്റെ മനസ്സിലെന്ന് എത്ര തവണ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയുന്നേയില്ല. ഇതെല്ലാം എങ്ങനെ ശരിയാക്കാൻ പറ്റും? ഞാനും സിദ്ധാർത്ഥും ഇതിനെപ്പറ്റി സംസാരിച്ചു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അവര് പറയുന്നത് ഇത് ശരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നാ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. അമ്മ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ചേട്ടാ, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മീനാക്ഷിക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈയും വന്നു. അയ്യോ, എന്ത് റിപ്ലൈ വന്നത് മണി? സുമേഷേട്ടാ, അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. എടാ ഒന്ന് വാതുറന്ന് പറയ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജഗദീഷ് കള്ളം പറയുന്ന ആളുമല്ല. എടാ കള്ളം പറഞ്ഞാൽ നിന്റെ കഴുത്തി ഞാൻ ഞെരിച്ച് കൊല്ലും. മര്യാദക്ക് പറഞ്ഞോ നീ. സുമേഷേട്ടാ, മീനാക്ഷിയുടെ എക്സ് ലവർ ചത്തതാ. ഇപ്പൊ പ്രേതായിട്ട് വന്ന് സുമേഷേട്ടനെ ശല്യം ചെയ്യുന്നതാ. എന്തു പറ്റി? ഇവിടുന്ന് വേഗം പൊക്കോ. എന്താ ഈ പറയുന്നേ? ഞാൻ എങ്ങോട്ട് പോണെന്നാ? ഈ ബോർഡ് കണ്ടില്ലേ? വേദാന്ത ഇറങ്ങി വരുമ്പോ അവന്റെ ഫിയാൻസി സാഹിത്യം ഇവിടെ ഇരിക്കുന്നത് വേണം കാണാൻ. അതുകൊണ്ട് അതിനെന്താണെന്നോ? അപശകുനം പോലെ നീ ഇവിടെ ഇരിക്കുവല്ലേ, അതുകൊണ്ടാ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത്. നിനക്ക് തന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോ. പക്ഷേ സാരിക, താങ്ക്സ് അമൂല്യ. ഇവിടുന്ന് ഓടിക്കാൻ നോക്കിയപ്പോ അവള് നേരെ വേദാന്തിന്റെ ക്യാബിനിലേക്കാണല്ലോ പോകുന്നത്. പാവം, ഇതൊന്നും തീരെ ശരിയല്ല. അമ്മ ഷെയ് സാഹിത്യ, ഞാൻ ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും പിന്നെ വിളിക്കാം. യാ അമൂല്യ, ആർ യു ഓക്കെ? നീ ഇപ്പൊ വന്നത് നന്നായി അമൂല്യ. അന്ന് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഡൽഹിയിൽ പോയി വന്ന കുറച്ച് ജോലി പെൻഡിങ് ഉണ്ട്. ആ കാര്യം എനിക്കൊന്ന് പറയണമായിരുന്നു. പേപ്പർ വർക്സിന്റെ കാര്യത്തിൽ നീ എക്സ്പേർട്ട് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ നീ ഒന്നും പറയാതെ അന്ന് ഓടിപ്പോയി. ഇപ്പൊ ഓക്കെ ആയില്ലേ? ശരി, പേപ്പേഴ്സ് ഒക്കെ ഈ ഫയലിലുണ്ട്. കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണേ അമ്മു.
ഐ എം റിയലി സോറി. എല്ലാവരും നിന്നെ അമ്മു അമ്മു എന്ന് വിളിച്ച് ഇപ്പൊ എന്റെ വായിലും അതാ വരുന്നത്. ടേക്ക് ഇറ്റ്. അമൂല്യ, HR നിന്റെ പ്ലേസ് ചേഞ്ച് ആക്കിയിട്ട് പറഞ്ഞു. ഈ കാര്യത്തിൽ ഓക്കെ അല്ലേ നീ? ഒരു ചെറിയ സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്റെ സാഹിത്യത്തിന്റെ കല്യാണം ഫിക്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ട്രീറ്റ് തരാന്ന് വെച്ചു. എല്ലാവർക്കും ഒരു ദിവസത്തെ ലഞ്ച്. നീയും വരണം കേട്ടോ. എന്റെ ചേംബറിലേക്ക് പോയത് എന്റെ പ്ലേസ് എന്തിനാ ചേഞ്ച് ചെയ്തെന്ന് ചോദിക്കാനല്ലേ? എന്നിട്ട് ഞാൻ എന്താ ഒന്നും മിണ്ടാതെ നിന്നെ? അതോ ഞാൻ പോയത് അതിനു വേണ്ടിയല്ലേ? അതിനല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണോ? അതോ വിവരവും ബുദ്ധിയില്ലാത്ത പെണ്ണിനെ എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയാണോ? എനിക്ക് അറിയില്ലല്ലോ. എനിക്കെന്താ അപ്പൊ ഒന്നും പറയാൻ പറ്റാതിരുന്നേ? അവന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അവനെ സ്നേഹിച്ചത് അത്രയ്ക്ക് വലിയ തെറ്റായിപ്പോയോ? മേഡം, എനിക്കിപ്പോ ഒന്നും വേണ്ട സുമേഷേ. മേഡത്തിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളൊട്ടും ഓക്കെ അല്ല എന്ന്. സാരമില്ല, ഇത് കുടിക്കും മേഡം. ബോസ് ഒരുപാട് ചേഞ്ച് ആയിന്ന് എനിക്കും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മേഡം ശരിക്കും ബെറ്റർ പൊസിഷനിലേക്ക് മാറുമെന്ന് തോന്നുന്നു. മദർ ഇന്ത്യ, ഈ കല്യാണക്കുറി ഡിസൈൻ നോക്കാൻ ഞാനും പറഞ്ഞോ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയപ്പോരെ? നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത് നിന്നെയും കൂട്ടിക്കൊണ്ട് വേണം പോകാനെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്റെ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി നടത്തണമെന്നാ നിന്റെ അച്ഛൻ പറയുന്നേ. ആക്ച്വലി ഞാനും ആരുടെയും ഒരുമിച്ച് പേഴ്സണൽ ആയിട്ടൊരു ഇൻവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പോലുമില്ല. അതിനു മുമ്പേ അവൻ സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. എന്തു പറയാനാ, ആ പ്രമീളയുടെ മോളല്ലേ അവള്. ശരിക്കും ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അവളുടെ ഒരു ബുദ്ധിയേ. മദർ ഇന്ത്യ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്തായാലും ടാങ്ക് ഫുൾ അടിച്ചു വെച്ചേക്കാം. നമുക്ക് എവിടെയൊക്കെ ചുറ്റണ്ടേന്ന് അറിയില്ലല്ലോ. അതല്ലേ നല്ലത്. ഫുൾ ടാങ്ക്. അത് മെഷീനിൽ ചാർജില്ല. ചാർജ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. പേയ്മെന്റ് ഓഫീസിൽ ചെയ്തോളൂ. ആ ശരി. മദർ ഇന്ത്യ, ബില്ലിംഗ് ഓഫീസിലാ ഉള്ളതെന്ന്. ഞാൻ പോയി ബില്ലടിച്ചിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോസ് നമ്മളെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ.
ഒരു കാര്യം അറിയോ, അതേ റെസ്റ്റോറന്റാ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ബോസ് ഓഫീസ് സ്റ്റാഫിനെ കറക്കിയെടുത്ത് കല്യാണം ഉറപ്പിച്ച തന്നെ സ്പെഷ്യലാ. അല്ല, നമ്മളെ ഒന്നും കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞത് ബോസല്ലേ? അത് വിട്, എന്റെ കല്യാണം തന്നെ മുടക്കിയത് ബോസല്ലേ? ശരിയാ, വലിയൊരു ഇഷ്യൂ ആയില്ലേ അത്? എല്ലാം നമ്മൾ വിചാരിച്ച പോലെയല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. അതെന്താ? ഇത്രയും നാൾ അമൂല്യ മേഡത്തിന്റെ പുറകെയായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ ബോസിന്റെ ബോറടിച്ചെന്നാ തോന്നുന്നേ. നല്ല കാര്യം, പെട്ടെന്ന് HR സാഹിത്യം തന്നെ പിടിച്ചല്ലോ. എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ, നല്ല കാര്യം. നീ അറിഞ്ഞത് എന്തായാലും ശരി തന്നെയാ. ബോസ് അവളെ തന്നെ കല്യാണം കഴിക്കും. പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. പണക്കാർക്ക് പിന്നെ എന്തു ആവാലോ. Excuse me. അമൂല്യ, വേദാന്തിനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഇനി എന്തെങ്കിലും പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. അവരെ പറ്റി നിങ്ങൾക്ക് എന്തറിയാന്നോ? നാക്കൊണ്ടെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കുറിച്ച് എന്തും പറയാന്നുള്ള വിചാരമാണോ നിങ്ങൾക്ക്? ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കാൻ ബോസിന്റെ വിഷയം മാത്രമേ കിട്ടിയുള്ളൂ. മതി പറഞ്ഞത്. നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരിക്കാൻ. വലിയ കാര്യത്തില് ബോസ് കല്യാണം മുടക്കിയ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. കണ്ണടച്ച് ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കുമ്പോ സ്നേഹിച്ച പെൺകുട്ടിയെ ചതിച്ചിട്ട് ഓടിപ്പോയ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതൊന്ന് ഓർക്കുന്ന നല്ലതാ. ബോസിനെ കുറിച്ചാണ് പോലും. ബോസിനെ കുറിച്ച് നിക്ക് സുമേഷേ. ഇവരൊക്കെ ബോസിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് ബോസിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കുന്നു. ഇവരൊന്നും ഞാൻ വെറുതെ വിടില്ല. അയ്യോ, സമയമാകുമ്പോ അതെല്ലാം അതിന്റെ പാട്ടിന് ശരിയായിക്കോളും. ഇപ്പൊ വാ മേഡം, നമുക്ക് പോകാം. വാ വാ മേഡം, വന്നേ. ധ്രുവ, നീ എന്താ ഷോക്കായിരിക്കുന്നേ? അതുവിടെ, നിനക്ക് സുഖമാണോ? നിന്നെ ലൈഫിൽ കാണാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. നിന്നിപ്പോ കണ്ടപ്പോ എന്ത് സന്തോഷമെന്നറിയോ? സുഖമാണോ നിനക്ക്? എനിക്ക് സുഖമാണ് വിക്രാന്ത്. നിനക്ക് സുഖമല്ലേ? എന്താ ചോദിക്കുന്നേ? എനിക്ക് സുഖം തന്നെയാ. നീ പോയ ശേഷം എത്രത്തോളം മിസ് ചെയ്യുന്ന നിനക്കറിയോ? അല്ല, നിനക്ക് കോൾ ചെയ്യാൻ എത്ര സമയം വേണം? അല്ല, അത് ചുമ്മാ ഇരിക്കേ. ഓരോന്നും പറയണ്ട. നമ്പറില്ലാന്നുള്ള കഥയും പറഞ്ഞു വരരുത്. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നല്ലോ, എടുക്കാൻ പാടില്ലായിരുന്നോ? അത് വിക്കി എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ കഥ പറയുന്നത് എനിക്കറിയാം. എങ്ങനെയാണോ നീ ബാംഗ്ലൂർ വന്നേ? നിന്നിവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്കെന്തോ എന്നെ നഷ്ടപ്പെട്ടൊരു പാർട്ട് തിരിച്ചു കിട്ടിയ പോലെ അത്ര സന്തോഷായി.